നീ അവക്കൊരു ലവ് ലെറ്റർ എഴുത്. ഞാനോ? ഏതെങ്കിലും ഒരു തന്നെ പണി കൊടുക്കാടാ, എഴുത്. ലെറ്റർ റെഡി. ആര് കൊടുക്കും? ആ ഗേറ്റിലൂടെ ആരാദ്യം വരുന്നു അവൻ. ദാ വരുന്നു ഭാഗ്യവാൻ. ഇവനാരടാ അതിലും ഇവിടെ വാടാ. നിന്റെ പേരെന്താ? ബണ്ണിയെന്നാ. ഇന്ന് ആദ്യമായിട്ടാണോ കോളേജ് വരുന്നത്? അതേട്ടാ. ഈ ലെറ്റർ കൊണ്ടുപോയി അവിടെ മഹാലക്ഷ്മി എന്നൊരു പെണ്ണുണ്ട്, അവക്ക് കൊടുക്ക്. എന്തിനേട്ടാ? റാഗിങ് ആടാ. അത് ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഓടാനൊക്കെ പോകുന്നതല്ലേ? അത് ജോഗിങ് ആടാ. പിന്നെ ഈ റാഗിങ് എന്ന് വെച്ചാ എന്താ? ഈ ലെറ്റർ കൊണ്ടുവന്ന് മഹാലക്ഷ്മിയുടെ കൊടുക്കുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. അവന്റെ കാര്യം ഫിനിഷ്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആരാ? ഇത്ര സുന്ദരി ആയതുകൊണ്ട് താൻ തന്നെ ആയിരിക്കും. ഇതാ വാങ്ങിച്ചോ, വാങ്ങിക്കോ പ്ലീസ്. ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അവരെന്നെ തല്ലും, അതുകൊണ്ടല്ലേ പറയുന്നത്. എന്താ കുട്ടി, ഇത് അവരെന്നെ തല്ലുന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ഒന്ന് വാങ്ങിക്കേ. വാങ്ങിച്ചോ. എന്താടാ, ലവ് ലെറ്റർ ആണോ? അല്ല സാർ, ഞാൻ ഈ മോൾ ഇതിൽ ഇടപെടരുത്, മാറിയേക്ക്. മോള് പറയുന്നത് കേട്ട് അവനെ ഇങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവന്റെ പണി തീർന്നു. ചേട്ടാ, അവരെന്നെ തല്ലാൻ വരുന്നു. ലെറ്റർ കൊടുത്താ പിന്നെ തല്ലില്ലടാ. അതെന്താ ഏട്ടാ? ചേട്ടാ, അവര് വരുന്നുണ്ട്. പ്ലീസ് ചേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടാന്ന് പറ. നീയല്ലേ ലെറ്റർ കൊണ്ട് കൊടുത്തത്, നീ തന്നെ വാങ്ങിച്ചു. ചേട്ടാ, റാഗിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തമ്മിലാകാവൂ. ആ റൗഡുകൾ ഇതിലേക്ക് വലിച്ചടിക്കുന്ന എന്തിനാ? സാധാരണ ഞാനിങ്ങനെ ആരും അടിക്കാറില്ല. അടിച്ചാൽ അത് ഒടുക്കത്തടി ആയിരിക്കുകയും ചെയ്യും. സാരമില്ല ഏട്ടാ, ശീലിച്ചു പോയതുകൊണ്ടാ. മനസ്സിലൊന്നും വെക്കണ്ട. വെച്ചാലും എനിക്കൊന്നുമില്ല. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല, ചിക്കൻ കുനി വന്ന പോലെ. പോട്ടേട്ടാ, ബൈ. ചേട്ടാ, ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ അവരാ. അതറിഞ്ഞിരുന്ന ഇങ്ങനെ തല്ലുമായിരുന്നോ? എന്നെ കൊണ്ട് അവർ തെറ്റ് ചെയ്യിച്ചുകൊണ്ടല്ലേ ഞാൻ അവരെ തല്ലിയത്. പക്ഷെ അവര് പറയുന്നിട്ട് ഞാനും തെറ്റ് ചെയ്തുകൊണ്ട് എന്നെ തല്ലിക്കോ ഏട്ടാ? സാരമില്ലടാ, പോ. ഇല്ല ഏട്ടാ, എന്റെ കയ്യിലും തെറ്റുണ്ട്. ചുമ്മാ തല്ലിക്കോ. കുഴപ്പമില്ലടാ. അല്ല ഏട്ടാ, എന്റെ കയ്യിലും തെറ്റുണ്ടെന്നേ. കുഴപ്പമില്ലെന്നേ. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റല്ല അല്ലേ? അല്ലടാ, പോ. അങ്ങനെയാണെങ്കിൽ സോറി പറ. സോറി പറയേട്ടാ. നിന്റെ ഒരു കാര്യം. സോറി, പോ. പിന്നെ എന്ത് ചെയ്യണായിരുന്നു അവനെ? എന്റെ മോളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടല്ലടാ. ആരെങ്കിലും ഒക്കെ ലെറ്റർ കൊടുത്ത് ഞാൻ ചുമ്മാ ഇരിക്കണോ? ഇതൊന്നും മനസ്സിലാക്കാതെ അവൾ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാടാ? അത് വിടണ്ണ, കൊച്ചു കുട്ടിയല്ലേ അവള്. മോള് ദേഷ്യപ്പെടുന്നതെന്ന് അണ്ണ നോക്കരുത്. അവളെ ആര് നോക്കിയാലും അവന്റെ കണ്ണ് പൊട്ടിക്കുക തന്നെ വേണം. അവര് സുധീരന്റെ കണ്ണ് പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? അവളെ നോക്കുപോലും ചെയ്യരുതെന്ന്. എന്നാ ഞാൻ ആ പെണ്ണെ നോക്കുകയും ചെയ്യും, അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. ആരെന്താ ചെയ്യാൻ പോകുന്നു കാണണമല്ലോ.
നീ ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ നിന്നെ കോളേജിൽ നിന്ന് പിരിച്ചുവിടും. Yes. ഇനി നീ ഈ കോളേജിൽ ഉണ്ടാകാൻ പാടില്ല. അതെന്താ സർ? ഞാൻ എന്താ ചെയ്ത്? തെറ്റോ? സീനിയേഴ്സ് ആണെന്ന് പോലും നോക്കാതല്ലടാ നീ ഇവരെ തല്ലിയത്. അതാണോ? അതൊരു ചെറിയ പ്രശ്നമല്ലേ സർ? പ്രശ്നം ചെറുത് തന്നെ, പക്ഷെ മുറിവ് ചെറുതല്ല. ടേക്ക് ഇറ്റ് ഈസി. വേണ്ട, സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്താടാ ഓവർ സ്മാർട്ട് ആകുക? എന്നോടത് വേണ്ട. ടേക്ക് ദിസ് ആൻഡ് ഗെറ്റ് ഔട്ട്. ശരി, സാറിന് 5 മണി വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ ടി സി എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചോണം. 5 മണി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചാൽ പോലും ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചു വരില്ല. ഞാൻ എന്തിനാടാ നിന്നോട് അപേക്ഷിക്കുന്നേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് മാറി എന്നെ ഈ കോളേജിലേക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയാലും 5 മണി വരെ സമയമുള്ളൂ. നീ എനിക്ക് ടൈം തരുന്നോടാ? ഈ പിള്ളേരെ അടിച്ചെന്ന് പറഞ്ഞ് നീ വലിയ റൗഡിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നെ പ്രിൻസിപ്പാൾ ദേവസ്യായിട്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയൂ. 25 വർഷം മുമ്പ് ഏലംകുളം ടൗണിലെ ഈ ദേവസ്യ ഏറ്റവും വലിയ റൗഡിയാ. എന്താ വിശ്വാസമായില്ലേ? തെളിവ് വേണോ അല്ലേ? ഇത്രയും കാലം ഞാനിതൊന്നും ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരിക്കായിരുന്നടാ. വെട്ട് കിട്ടിയതാ നോക്കേ. ഇത് വെട്ടൊന്നുമല്ല, ഒരു പട്ടി മാന്തിയതാ. വെള്ളം അടിച്ചെന്റെ വീടാണെന്ന് കരുതി അടുത്ത വീട്ടിൽ ചെന്ന് കയറിയപ്പോ അവിടുത്തെ പട്ടി എടുത്തിട്ട് മാന്തിയതാ. നിനക്ക് സോഡാ ഫൈറ്റ് അറിയാമോടാ? അതൊക്കെ നിങ്ങളെ പോലെ റിട്ടയർഡ് റൗഡികൾക്കല്ല. ഇവൻ എങ്ങനെ അറിയാനാ സാർ? പ്യൂണാണെങ്കിലും വിവരമുണ്ട്. താങ്ക് യു സാർ. ഗോലി സോഡ എറിഞ്ഞുള്ള അടിയിൽ ആ കാലത്ത് ഞാനാണ് ഫസ്റ്റ്. അതറിയോ? എന്ത് ഇങ്ങനെ ഈ പറയുന്നതൊക്കെ സത്യമാണ് നിങ്ങൾ വിചാരിച്ച? പാവോ ഇയാടെ അച്ഛൻ സോഡ വിറ്റ ഇയാളെ PG വരെ പഠിപ്പിച്ചത്. അപ്പാ ഇതാര്? എന്റെ മോഞ്ഞോ? ഇനി അപ്പൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സോഡ വിൽക്കേണ്ടി വരില്ല എന്റെ അപ്പ. എന്താ സോഡ നിർത്താൻ പോവാ? അതുകൊണ്ടല്ലപ്പാ, ഞാൻ PG ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ട് വരിക അപ്പാ. നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും. ഇനി മുതൽ നമ്മുടെ ജീവിതമേ മാറിപ്പോകുക അപ്പാ. ആണോടാ? എനിക്ക് സന്തോഷായി ദേവസു. നിക്കേ, നിനക്ക് ഞാനൊരു കളർ സോഡ പൊട്ടിച്ചേരാം, കുടിക്കേ. ഇങ്ങി താപ്പാ, എന്റെ സോഡ ഞാൻ തന്നെ പൊട്ടിച്ചോളാം. സോഡ പൊട്ടിക്കുന്ന PG പാസ്സാവുന്ന പോലെ ഒന്ന് നിസ്സാരല്ല. നിസ്സാരം ഒരു സോഡ പോലും പൊട്ടിക്കാൻ കഴിയാത്ത ആളാ. വലിയ റൗഡി ആയിരുന്നു. എടാ, ആ റൗഡി സോക്കെ നിർത്തി ഞാനിപ്പോ പ്രിൻസിപ്പാളായി മര്യാദയോടെ ജീവിക്കുക. എന്നിലുള്ള റൗഡിയെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കരുതേ പ്ലീസ്. വേറെ ഏതെങ്കിലും കോളേജിൽ പോയി ചേരേ. പോ ചെല്ലേ. സോറി സർ. കണ്ടക്ടറിന് ടിക്കറ്റ് അടിക്കുന്നോടാ. എനിക്കിതേ ഇതാ. ഹായ്. ഹലോ മഹാലക്ഷ്മി. സോറി ട്ടോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇയാളുടെ പേരെന്താ? ബണ്ണി. അണ്ണാ, അവൻ മോളോട് സംസാരിക്കുന്നു. ആദ്യം ആരാ സംസാരിച്ചത്? മോളാ സംസാരിച്ചത്. എന്നാ കുഴപ്പമില്ല. TC തന്നോ? അതെന്തിനാ? താൻ കാരണോ? ഞാൻ കാരണോ? അതേന്ന്, ഇന്നലെ അവന്മാരെ തല്ലിയില്ലേ, അതുകൊണ്ടാ. ഓ ഐ ആം സോറി. എന്നാ പ്രിൻസിപ്പലിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാനിവിടെ പഠിച്ചാ പോരെ. അതെങ്ങനെ? TC തന്നു കഴിഞ്ഞല്ലോ. രാത്രിയിൽ എനിക്ക് ചാത്തൻ സേവയുണ്ട്. ജീസസ്, എന്റെ കോളേജ് സീറ്റിന് വേണ്ടിയാണ് ഞാൻ നിന്നെ കരുവാക്കാൻ പോകുന്നത്. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ. ദേവസ്യ, എഴുന്നേൽക്ക് ദേവസ്യ. ആരാധ? ജീസസ്! Oh my God! What a surprise, my Jesus! How are you, ദേവസ്യ? I am extremely happy, Jesus. I am not at all happy, ദേവസ്യ. Why, Jesus? What happened? നിന്നെ ഞാൻ ഈ നിലയിലാക്കിയത് എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ജീസസ്. എന്നിട്ടാണോ ഇന്ന് കോളേജിൽ ബണ്ണി എന്നൊരു കുഞ്ഞാടിന് നീ TC കൊടുത്തു വിട്ടത്? അവനോ? അവനൊരു വലിയ റൗഡിയാ. അങ്ങേക്ക് അറിയില്ലേ, ജീസസ്? അപ്പൊ നീയോ? ചുമ്മാതല്ലേ, ജീസസ്. എന്റെ പേഴ്സണാലിറ്റി ഉണ്ട് പിള്ളേരാരും പേടിക്കാത്തതുകൊണ്ട് റൗഡി എന്നൊരു ബിൽഡപ്പും കൊണ്ടങ്ങ് നടക്കുന്നതല്ലേ ഞാൻ. ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ? അത് കറക്റ്റാ. നിന്റെ ഈ പേഴ്സണാലിറ്റിക്ക് അങ്ങനെ ഒരു ബിൽഡപ്പ് ആവശ്യമാണ്. എന്നാ ബണ്ണി നിന്നെ പോലെയല്ല. നല്ല ധൈര്യമുള്ളവന്, മറ്റുള്ളവർക്ക് ഉപകാരിയുമാണവൻ. ഫോർ എക്സാമ്പിൾ, അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശന ഭാഗ്യം കിട്ടിയത്? യെസ് ജീസസ്, യു ആർ റൈറ്റ്. ബണ്ണി ഗ്രേറ്റ്. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അവനെ വല്ലതും പറഞ്ഞാൽ എന്നെ പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കൊള്ളൂ, ദേവസ്യ. തീർച്ചയായും ജീസസ്. നാളെ ഞാൻ തന്നെ പോയി ബണ്ണിയെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം. അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ. ഇനി എപ്പോഴാണ് അങ്ങ് വരുന്നത്? ഇനി വരണമെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റുമോ? അതെയോ? നീ പ്രാർത്ഥിച്ചോളൂ, ദേവസ്യ. അങ്ങനെ ആകട്ടെ, ജീസസ്. മായായി പോയോ, ജീസസ്? ഞാൻ വാങ്ങുന്ന സോപ്പ്, ഞാൻ വാങ്ങുന്ന പൗഡർ, ഇതെല്ലാം നീ അടിച്ചു മാറ്റി. ഡോ വേണു, എങ്ങനെയെങ്കിലും ആ ബണ്ണിയെ കോളേജിലേക്ക് തിരിച്ചുകൊണ്ട് വരണം. അതെനിക്ക് വിട് സാർ, ഞാൻ മാനേജ് ചെയ്തോളാം. ആ എടാ ബണ്ണിയേ. ഏതവനാടാ? മോനെ ബണ്ണി, ഗുഡ് മോർണിംഗ്. താൻ ആരാടോ? കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ. സാരമില്ല, പോലെ അല്ല ബണ്ണി, ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പൽ. ഒന്ന് പോടോ, താൻ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഒന്നുമല്ല. അയാളുടെ ഒരു മാതിരി ചളങ്ങിയ മോന്തേ. ആ ചളിങ്ങിയ മോന്ത ഇത് തന്നെ. നീ ശരിക്കൊന്ന് നോക്ക്. എനിക്കങ്ങനെ തോന്നില്ലല്ലോ. സാർ, ഇനി ഒരു വഴിയേ ഉള്ളൂ.
ഒന്നുകൂടി ഷട്ടൂരി നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ. അത് നടക്കില്ലടോ. അതെന്താ? ഷർട്ട് ഊരണമെങ്കിൽ ഈ വള്ളി ഊരിയെങ്കിലേ പറ്റൂ. വള്ളി ഊരിയാൽ ആദ്യം പാന്റ് താഴെ പോവും. എങ്ങനെയാലും ഞാൻ ആ പ്രിൻസിപ്പാളൊന്ന് പ്രൂവ് ചെയ്യടാ. ഓക്കെ ബണ്ണി, നോക്ക് ബണ്ണി, നല്ലോണം നോക്ക്. മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക്, മാങ്ങാ ചപ്പി പോലുള്ള ഈ തലമുടി നോക്ക്, ഗർഭിണികളെ പോലുള്ള ഈ വയറ് നോക്ക്, PVC പൈപ്പ് പോലുള്ള ഈ പാന്റ് നോക്ക്. ബണ്ണി, ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ അല്ലാതെ വേറെ ആർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്ക് ബണ്ണി. ബണ്ണി. ഓക്കെ, ഇയാള് പ്രിൻസിപ്പൾ ആണെങ്കിൽ എനിക്കെന്താ? എനിക്ക് ടി സി ഒന്നും വിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വീട്ടിൽ പോവാം. പോന്നോ? അത് നീ അല്ല തീരുമാനിക്കേണ്ടത്. എന്താ നിങ്ങൾ ഗുണ്ടായസം കളിക്കാൻ പോവാ? ബണ്ണി, രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും ആലോചിച്ചത്. നിന്നെ പോലെ ബ്രില്യന്റ് സ്റ്റുഡന്റ് ഇവിടുന്ന് പോകരുത്. വാമനെ, നമുക്ക് കോളേജിലേക്ക് പോവാം. സാർ, ഇന്നലെ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയം തന്നാ നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പൊ വന്ന് എന്റെ കാല് പിടിച്ച ഞാൻ വരുമെന്ന് വിചാരിച്ചോ? ഞാൻ വരില്ല. മോനെ, 5 മണി കഴിഞ്ഞപ്പോ നീ എന്താ പ്രധാനമന്ത്രിയോട് സമയം തന്നു പറയാം? അങ്ങനെ ഒരു ക്ലാപ്പരാന്ന് നിനക്ക് എന്തുവാന്ന് കരുതിയോ? വാ സാറേ, നമുക്ക് തിരിച്ചു പോവാം. എടാ മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്നും ഉണ്ടായി. നിങ്ങൾ എന്റെ കാല് പിടിച്ചാൽ ശരി. ഇവനോട് ഇങ്ങനെ കെഞ്ചുന്ന എന്തിനാണ് സാർ? ഇവൻ വെറും മൂക്കളെ ഒലിപ്പിക്കുന്ന കൊച്ചു പയ്യൻ. ബാക്ക്. ബണ്ണി, നീ ആരാണെന്ന് എനിക്ക് അറിയൂ. നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും ഇനി അങ്ങോട്ട് പോകില്ല മോനെ. രാത്രിയില് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താ എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂട്. അതൊരു ദൈവ രഹസ്യ, ആരോടും പറഞ്ഞുകൂടാ. ദയവ് ചെയ്ത് നീ എന്റെ കൂടെ കോളേജിലേക്ക് വാ മോനെ, പ്ലീസ്. ഓക്കെ, നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നോണ്ട് ഞാൻ വേണമെങ്കിൽ വരാം. പക്ഷെ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ എന്റെ ടി സി വാങ്ങിച്ച് അപ്പോഴെങ്കിൽ സ്ഥലം വിടും. അത് സമ്മതമാണോ? അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. മഹാലക്ഷ്മി മാഡം, ഇതെന്താ ഇയാൾക്ക് ടി സി തന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജില്? വാ നടക്ക്. ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്തൻ സേവയുണ്ടെന്ന്. ആണോ? അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു. ഇത്തവണ മുമ്പേ അവൻ തന്നെയാണോ സംസാരിച്ചത്? അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ? സംസാരിച്ച്. എന്നാ കുഴപ്പമില്ല. Beryllium combine. എന്താ? അത് ഞാൻ പിന്നെ പറയാം. സോറി മാം. ചിരിക്കാതെ കാര്യം പറയണം. മഹാലക്ഷ്മി, നീ വീഴ്ത്തോന്ന് പറഞ്ഞില്ലേ? എങ്ങനെ വീഴ്ത്തുന്ന? അവളെ നിനക്ക് വെളി കിട്ടില്ല. അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല. ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ സംസാരിക്കാമല്ലോ. എങ്ങനെ? കാണുന്ന പോലൊന്നും അല്ല അളിയാ, നീ ആള് കില്ലാടിയാ. നിനക്ക് എപ്പോഴാ മനസ്സിലായത്? കാണാൻ പോകുന്നേ ഉള്ളൂ. ഷോർട്ട് ടൈം ആയി, നീ ചെല്ല്.